സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. നീതിയുടെ പോരാളി. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്കു വേണ്ടി വാദിക്കുവിൻ. യെശയ്യാ 1:17. പുരോഹിതൻ നീതിയുടെ പോരാളിയാണ്. വൈയക്തികവും സംവിധാനസൃഷ്ടവുമായ അനീതിക്കെതിരെ അവൻ പോരാടുന്നു. നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ തങ്ങൾക്ക് നീതി നേടിത്തരണം എന്ന അപേക്ഷയുമായി പുരോഹിതനെ സമീപിക്കാറുണ്ട്. അവൻ നീതിക്കായി നിലകൊള്ളുന്നവനാണെന്നും ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ തങ്ങൾക്ക് അർഹമായതും അവകാശപ്പെട്ടതുമായ നീതി ലഭിക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അവൻ്റെ അടുത്തു വരുന്നത്. പുരോഹിതന് നീതിയോട് തീർച്ചയായും ഒരു പ്രത്യേക ആഭിമുഖ്യമുണ്ട്. ഒരു സാഹചര്യത്തിലും നീതി കൈവെടിയാനോ അനീതിയായത് സ്വീകരിക്കാനോ പിന്തുണയ്ക്കാനോ അവനാകില്ല. അവൻ പിന്തുടരുന്നത് അവൻ്റെ ഗുരുവും നാഥനുമായ യേശുവിൻ്റെ മാതൃകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കൂടാതെ നീതിക്കായി നിലകൊണ്ടവനായിരുന്നു യേശു. നീതിക്കായുള്ള പുരോഹിതൻ്റെ നിലപാട് മിക്കവാറും എല്ലായ്പ്പോഴും പാവങ്ങൾക്കും ചൂഷിതർക്കും വേണ്ടിയുള്ള നിലപാടാണ്. കാരണം അനീതി നിറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും അതിൻ്റെ ഇരകളാകേണ്ടി വരുന്നത് പാവപ്പെട്ടവരാണ്. അവർക്ക് നീതി ലഭിക്കാനുള്ള മാർഗങ്ങൾ പലപ്പോഴും അടഞ്ഞു പോകുന്നു. അധികാരവും സ്വാധീനവും സമ്പത്തുമൊക്കെയുള്ളവർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും സാധുക്കളെ ചൂഷണം ചെയ്യുന്നു. അതിനെതിരായി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ ഈ പ്രതാപികൾ നിശബ്ദരാക്കുന്നു. അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ടവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ ആരാണുണ്ടാകുക? അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ അഭയത്തിനായി പുരോഹിതൻ്റെ അടുത്ത് വരുന്നത്. നീതിക്കായി നിലവിളിച്ചുകൊണ്ട് തൻ്റെ അടുത്തു വരുന്ന സഹോദരങ്ങളെ പുരോഹിതൻ ഏറെ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടെ സ്വീകരിക്കുന്നു. മനുഷ്യരിൽ നിന്നോ മാനുഷിക സംവിധാനങ്ങളിൽ നിന്നോ തങ്ങൾക്ക് നീതി ലഭിക്കില്ലെങ്കിലും ദൈവം തങ്ങളെ കൈവെടിയുകയില്ല എന്ന പ്രതീക്ഷയുമായാണ് അവർ ദൈവത്തിൻ്റെ ദൗത്യവാഹകനായ പുരോഹിതൻ്റെ അടുത്ത് അഭയത്തിനായി എത്തുന്നത് എന്നവനറിയാം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് പുരോഹിതൻ അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് നീതി ലഭിക്കാൻ പോരാടുകയും ചെയ്യുന്നത്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതുകൊണ്ട് പുരോഹിതൻ പലർക്കും കണ്ണിലെ കരടായി മാറുന്നു. അവരുടെ അനീതിയെയും അക്രമത്തെയും അവൻ ചോദ്യം ചെയ്യുന്നു. അവരുടെ കുതന്ത്രങ്ങൾ അവൻ തുറന്നു കാട്ടുന്നു. അപ്രകാരം അവൻ്റെ പ്രവൃത്തികൾ അവർക്ക് അരോചകമാകുന്നു. മത രാഷ്ട്രീയ നിയമ സംവിധാനങ്ങളും സ്വാധീനങ്ങളും ഉപയോഗിച്ച് അവർ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് അവൻ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു. പൊതുസമൂഹത്തിൽ അവനെ അവഹേളിതനാക്കാൻ കള്ളക്കഥകൾ മെനയുന്നു. മാവോയിസ്റ്റെന്നോ നക്സലെന്നോ മുദ്രകുത്തി അവനെ കള്ളക്കേസുകളിൽ കുരുക്കുന്നു.
അപ്രകാരം മറ്റുള്ളവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അവനും നീതി നിഷേധിക്കപ്പെട്ടവനാകുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് പുരോഹിതൻ പതറുന്നില്ല. എന്തെല്ലാം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും തൻ്റെ ഗുരു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് തടവറയിൽ കിടന്നും അവൻ നീതിക്കായുള്ള പോരാട്ടം തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ യാത്രയിൽ ഞാൻ എപ്രകാരമാണ് നീതിയുടെ പക്ഷത്തു നിൽക്കുന്നത് എന്ന് പരിശോധിക്കുക. നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ കണ്ണീർ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ സ്വാധീനിക്കാറില്ലേ? അനീതിയുടെ കിങ്കരന്മാരുടെ സ്വാധീനവും അവരുയർത്തുന്ന ഭീഷണികളും കണ്ട് ഭയപ്പെടാതെ വിശ്വസ്തയോടെ എൻ്റെ പൗരോഹിത്യ ദൗത്യം നിർവഹിക്കാനും നീതിക്കു വേണ്ടി നിരന്തരം പോരാടാനും വേണ്ട ഉൾക്കരുത്തിനായി യാചിക്കുക.